മോദി സർക്കാർ കൊണ്ടുവന്ന തൊഴിൽ സംഹിതകളിലെ 4ാമത്തെ സംഹിതയാണ് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ്, SHWC കോഡ് എന്ന് പറയും. നിലവിലുണ്ടായിരുന്ന 13 നിയമങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ടാണ് തൊഴിലാളികളുടെ സുരക്ഷ, ആരോഗ്യം, ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഈ തൊഴിൽ കോഡ് മോഡി സർക്കാർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. 10 തൊഴിലാളികൾക്ക് മുകളിലുള്ള സ്ഥാപനങ്ങളിൽ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്, ഭദ്രതാ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത്. തൊഴിലാളികളുടെ സുരക്ഷ, അതിൻ്റെ ശരിയായ നടത്തിപ്പ്, തൊഴിലാളി മുതലാളി ബന്ധം, ഇതെല്ലാം കൃത്യമായി നിർവചിച്ചുകൊണ്ടുള്ള സ്റ്റാൻഡിംഗ് ഓർഡറുകൾ പാലിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ പുതിയ കോഡിൽ ഓട്ടോമേഷന്റെ അടിസ്ഥാനത്തിലുള്ള നിർവചനങ്ങൾ ചേർത്ത് പുതിയ തൊഴിൽ കോഡുകളുടെ നടത്തിപ്പിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ തൊഴിലുടമക്ക് അനുകൂലമാക്കി മാറ്റിയിരിക്കുകയാണ്. തൊഴിലാളിക്ക് ഒരു പങ്കുമില്ല. ഈ പറയുന്ന തൊഴിൽ സ്ഥാപനത്തിനകത്ത് നടപ്പിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇനി തൊഴിലുടമക്ക് അവൻ അനുകൂലമായി അവർക്ക് തോന്നുന്ന നിലയിലേക്ക് നടപ്പിലാക്കാം. ഓട്ടോമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്ത് ഉൽപാദനത്തിൽ മനുഷ്യാധ്വാനം കുറച്ച് യന്ത്രങ്ങൾ, കമ്പ്യൂട്ടറുകൾ, സെൻസറുകൾ തുടങ്ങിയവയിലൂടെ കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സമ്പത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന പ്രക്രിയയാണ്. ഇതിന്റെ ഭാഗമായി തൊഴിലാളികളെല്ലാം വിവിധ ഘട്ടങ്ങളിൽ രാജ്യത്തെ കോർപ്പറേറ്റുകളും മുതലാളിമാരും എല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. നേരത്തെ അങ്ങനെ തൊഴിലാളിയെ ഒഴിവാക്കുമ്പോൾ ധാരാളം ആനുകൂല്യങ്ങൾ നൽകേണ്ടിയിരുന്നു. എന്നാൽ ഒരാനുകൂല്യവും നൽകാതെ തൊഴിലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി പറ്റാവുന്ന സംവിധാനം കോർപ്പറേറ്റുകൾക്ക് ഒരുക്കി കൊടുക്കുകയാണ് ഈ വ്യവസ്ഥയിലൂടെ മോഡി സർക്കാർ ചെയ്യുന്നത്. കയറ്റുമതി ഫാക്ടറികൾ, വെയർ ഹൗസുകൾ, IT മേഖല, ബാങ്കിംഗ് മേഖല, ഇവിടങ്ങളിലെല്ലാം ഈ പറയുന്ന ഓട്ടോമേഷൻ നടപ്പിലാക്കി അതിൽ തൊഴിലാളികളെ മുഴുവൻ ഒഴിവാക്കി പൂർണ്ണമായും മനുഷ്യാധ്വാനം ഇല്ലാതെ ഇതെല്ലാം നടത്താൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്ക് കോർപ്പറേറ്റുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ തൊഴിലാളിയെ പിരിച്ചുവിടേണ്ടി വന്നാൽ അത് ഒരാളോടും ചോദിക്കാതെ പിരിച്ചുവിടാനുള്ള സംവിധാനം ഈ കോഡുകളിലൂടെ ഉണ്ടാക്കി കൊടുക്കുന്ന അർത്ഥം. ഇനി ഫാക്ടറികളിൽ, ഓഫീസുകളിൽ, വാണിജ്യ സ്ഥാപനങ്ങളിലെല്ലാം ജോലിക്കാർക്ക് പകരം റോബോട്ടുകളെ ഉപയോഗിക്കാൻ പറ്റാവുന്ന നിലയിലേക്ക് തൊഴിലിടങ്ങളെ കോർപ്പറേറ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഇതുവഴി ഞാൻ പറഞ്ഞ പോലെ ആവർത്തിക്കുകയാണ്, വലിയ വിഭാഗം തൊഴിലാളികളെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് പിരിച്ചുവിടേണ്ടി വരും. ഓട്ടോമേഷൻ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികളെ ഒഴിവാക്കുന്നതിന്, ഒരാനുകൂല്യം നൽകാതെ അവരെ പിരിച്ചുവിടുന്നതിന് സംരംഭകർക്ക്, തൊഴിലുടമകർക്ക്, കോർപ്പറേറ്റുകൾക്ക് നിയമപരമായ അവകാശം നൽകുകയാണ് ഈ 4ാമത്തെ തൊഴിൽ കോഡ് എന്നർത്ഥം. ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ പാസാക്കിയ തൊഴിൽ കോഡുകളിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിന്റെ സെക്ഷൻ 77(1) 300 തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങൾ മുൻകൂട്ടി അനുമതിയില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിടാം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ വ്യവസ്ഥ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനം നേരത്തെ പറഞ്ഞതാണ്. ഓട്ടോമേഷൻ നടപ്പിലാക്കുമ്പോൾ ജോലിക്കാരെ ഒഴിവാക്കുന്നതിന് സർക്കാരിന്റെ അനുമതിയോ മറ്റു നിയമപരമായ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വ്യവസ്ഥ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എല്ലാറ്റിലും എഴുതി ചേർത്തിരിക്കുന്നത്. ശമ്പളം, ജോലി, സമയം, ജോലി നിർത്തൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് ഓർഡറുകൾ ഇനി തയ്യാറാക്കേണ്ടതില്ല, നടപ്പിലാക്കേണ്ടതില്ല എന്ന തീരുമാനവും ഈ പറഞ്ഞതുപോലെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിന് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. ഈ കോഡിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം തൊഴിൽ നിയമങ്ങൾ മുഴുവൻ, തൊഴിൽ മേഖല മുഴുവൻ തൊഴിലുടമകളുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ OSH കോഡിൽ, അതായത് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡിൽ ലേബർ ഇൻസ്പെക്ടറെ ഇൻസ്പെക്ടർ സിസ്റ്റം എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ ഈ തൊഴിൽ ഉദ്യോഗസ്ഥന്മാർ പല കാര്യങ്ങൾക്കും സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി കൊടുക്കൽ, അനുമതി പത്രം കൊടുക്കൽ, ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ ചുമതലപ്പെടുത്തുന്ന ഇൻസ്പെക്ടർമാർ എന്നുള്ള സ്ഥാനം മാറ്റി ഇൻസ്പെക്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഇത്രയേ ഉള്ളൂ.
സെൽഫ് വെരിഫിക്കേഷൻ വഴി മുതലാളി തയ്യാറാക്കുന്നത് എന്തോ അതാണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഒരു മുതലാളിക്ക് വ്യവസായം തുടങ്ങാൻ വേണ്ട രേഖകളെല്ലാം അയാൾ സെൽഫ് വെരിഫിക്കേഷനിലൂടെ കൊടുത്താൽ മാത്രം മതി. തൊഴിലാളിയെ സംബന്ധിച്ച വിവരങ്ങൾ മുതലാളിയാണ് നൽകേണ്ടത്, വേറെ ഒരു രേഖയും പരിശോധിക്കേണ്ട കാര്യമില്ല. മുതലാളി എന്താണോ കൊടുക്കേണ്ടത് അതാണ് രേഖ. അതുകൊണ്ട് ഒരു സ്ഥാപനത്തിനകത്ത് ആരൊക്കെയാണ് തൊഴിലാളി, എത്ര തൊഴിലാളികളുണ്ട് എന്നെല്ലാം മുതലാളി പറയുന്നതാണ് ഈ സംവിധാനങ്ങളെല്ലാം അംഗീകരിക്കേണ്ടത് എന്ന് വന്നിരിക്കുകയാണ്. ഒരു തൊഴിലാളിയെ ഒഴിവാക്കുന്നതിന്റെ വിവരങ്ങൾ, അവന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, അവന് കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ, പിരിച്ചുവിടപ്പെട്ട ദിവസം, ഇപ്പറഞ്ഞ ഒരു കാര്യങ്ങളും സർക്കാരിന്റെ ഒരു സംവിധാനത്തെയും എവിടെയും അറിയിക്കേണ്ടതില്ല. ഇത്തരം ഒരു കാര്യം സർക്കാരിന്റെ ഒരു രേഖത്തകത്ത് എവിടെയും ഉണ്ടാവുകയുമില്ല. ഓട്ടോമേഷൻ വഴി ജോലി നഷ്ടപ്പെടുന്ന തൊഴിലാളികളെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ പോലുമുള്ള അധികാരം ഒരു സർക്കാർ സംവിധാനത്തിനും ഉണ്ടാവില്ല എന്നർത്ഥം. ഇതിങ്ങനെ പറയുന്നത് ധാരാളം തൊഴിലാളികളാണ് ഈ നിലയിൽ ഒഴിവാക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. എല്ലാ പഠനങ്ങളും കാണിക്കുന്നത് കോടിക്കണക്കിന് തൊഴിലാളികൾ സമീപ ഭാവിയിൽ തൊഴിലിടങ്ങളിൽ നിന്ന് ഓട്ടോമേഷന്റെ ഭാഗമായി അട്ടിയോടിക്കപ്പെടും എന്നുള്ളതാണ്. മറ്റു കാര്യം, പുതിയ നിയമം അനുസരിച്ച് ഫാക്ടറി എന്നതിന്റെ ആഖ്യാനം തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ 20 തൊഴിലാളികളോ അതിനു മുകളിലോ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു ചെറുകിട സ്ഥാപനമായി പരിഗണിക്കും. നേരത്തെ ഇത് 10 ആയിരുന്നു. 10 തൊഴിലാളികൾ പവർ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ 20 തൊഴിലാളികൾ പവർ ഉപയോഗിച്ചോ അല്ലാതെയോ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഇതെല്ലാം ഫാക്ടറികളിൽ ഉൾപ്പെട്ടിരുന്നു. ഫാക്ടറികളിൽ ഉൾപ്പെട്ടാൽ ഫാക്ടറികൾക്ക് ബാധകമായ, തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമങ്ങൾ അവിടെ നടപ്പിലാക്കേണ്ടി വരും, നടപ്പിലാക്കണം. എന്നാൽ ഇപ്പോഴത് പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയിലെ തൊഴിലാളികളുടെ എണ്ണം 20 എന്നാക്കി പരിധി ഉയർത്തി. പവർ ഉപയോഗിക്കാത്തത് 20 എന്നുള്ളത് 50 എന്നാക്കി മാറ്റി. അതായത് ഇനി 19 തൊഴിലാളികൾ യന്ത്രങ്ങൾ, ഇലക്ട്രിസിറ്റി എല്ലാം ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഫാക്ടറി പോലുമല്ല, ഒരു നിയമങ്ങളും അവിടെ ബാധകമാവില്ല എന്നർത്ഥം. ഒരു സുരക്ഷാ സംവിധാനങ്ങളും തൊഴിലാനുകൂല്യങ്ങളും നടപ്പിലാക്കേണ്ടതില്ല. ഒരു പരിശോധനയിലും ഈ തൊഴിൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടുകയുമില്ല. തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ഒന്നും നൽകേണ്ടതില്ല ഇതനുസരിച്ച്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളെ എണ്ണം ഇങ്ങനെ വലിയ നിലയിലേക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയുടെ എണ്ണം എത്രയാണെന്ന് പറയുന്നത്, രേഖയുണ്ടാക്കുന്ന എല്ലാം മുതലാളിയാണ്, പരിശോധനയൊന്നുമില്ല. ഇനി 100 തൊഴിലാളിയെ വെച്ച് ജോലി ചെയ്താലും അത് 20-ൽ താഴെയാണെന്ന് രേഖ ഉണ്ടാക്കിയാൽ ഈ പറയുന്ന നിലയിലേക്ക് ഫാക്ടറി അവർക്ക് നടത്തി കൊണ്ടുപോകാൻ കഴിയും എന്നർത്ഥം. തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുകയല്ലാതെ ഒരു ഫാക്ടറിക്കകത്തും എണ്ണം കൂട്ടിക്കാണിക്കില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ കൂലി, മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, തൊഴിലിടങ്ങളുടെ സുരക്ഷ, ഇതെല്ലാം പൂർണ്ണമായും ഇല്ലാതെയാവുന്ന അവസ്ഥയിലേക്ക് പോകും. തൊഴിലിടങ്ങളിലെ ഇൻസ്പെക്ഷൻ, അതിനെ തുടർന്നുള്ള ശിക്ഷാ നടപടികൾ, സ്ത്രീ തൊഴിലാളികളുടെ സുരക്ഷ, കരാർ തൊഴിലാളികളുടെ സംരക്ഷണം തുടങ്ങിയവയെല്ലാം തൊഴിൽ കോഡുകളിലൂടെ പൂർണ്ണമായും ദുർബലമാക്കപ്പെടുകയോ ഇല്ലാതെയാക്കുകയോ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഫാക്ടറീസ് ആക്ട്, ഡോക്ക് വർക്കേഴ്സ് ആക്ട്, ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആക്ട്, BD ആൻഡ് സിഗാർ വർക്കേഴ്സ് ആക്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 13 നിയമങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഈ തൊഴിൽ സംഹിത, 4ാമത്തെ സംഹിത മോഡി തയ്യാറാക്കിയത്. ഇതിലുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും ഈ കോഡിനകത്ത്, തൊഴിൽ കോഡിനകത്ത് ഒരിടങ്ങളിലും പരാമർശിക്കുന്നുമില്ല എന്നുള്ളതാണ് തൊഴിൽ കോഡും പഴയ നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായി ഇതിനകത്തുള്ളൊരു വ്യവസ്ഥ, നേരത്തെ പലപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ 50-ൽ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് സ്റ്റാൻഡിംഗ് ഓർഡർ ബാധകമാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ തന്നെയാണ്. അതായത് 50-ൽ താഴെ തൊഴിലാളികളുള്ള ചെറുകിട വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഒരു നിയമവും പാലിക്കേണ്ടതില്ല. മുതലാളി പറയുന്നത് എന്താണോ അതാണ് നിയമമെന്ന് നിയമപരമായി കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു എന്നർത്ഥം. 50-ൽ താഴെ തൊഴിലാളികൾ ഉള്ള സ്ഥാപനങ്ങളിൽ നിയമപരമായ, സാമൂഹ്യ, ആരോഗ്യ,
തൊഴിൽ സുരക്ഷാ അവകാശങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെടും ഈ സംഹിത വിജ്ഞാപനം ചെയ്യുന്നതോടുകൂടി. അൺഓർഗനൈസ്ഡ് സെക്ടറുകളിൽ തൊഴിലാളികൾക്ക് ഒരു നിയമവും ഇനി ബാധകമാവില്ല. അവരെ പൂർണ്ണമായും തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്, ആട്ടി ഓടിച്ചിരിക്കുകയാണ് തൊഴിൽ കോഡുകളിലൂടെ. ഈ കോഡിന്റെ ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഒരു കമ്പനി ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു സ്വഭാവത്തിലുള്ള വ്യവസായ വാണിജ്യ സംരംഭത്തിന് ലൈസൻസ് നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ ലൈസൻസ് ഉപയോഗിച്ച് ഇന്ത്യ രാജ്യത്ത് എവിടെയും പ്രവർത്തിക്കാൻ അവർക്ക് കഴിയും. വേറെ ഒരു ലൈസൻസ് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തോ വേറെ ഏതെങ്കിലും സ്ഥലത്തോ വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ വേറെ ഒരു ലൈസൻസും എടുക്കേണ്ട കാര്യമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എവിടെയും വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ തുടങ്ങാനുള്ള വ്യവസ്ഥ നൽകിയിരിക്കുക. ഇതുമൂലം സംഭവിക്കുന്ന എന്താ, ഓരോ യൂണിറ്റിനും പ്രത്യേകമായ നിലയിലേക്ക് രജിസ്ട്രേഷൻ ഉള്ളൊരു കാലത്ത് അവിടങ്ങളിലെ തൊഴിൽ നിയമങ്ങളുടെ ലംഘനം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, വിവിധങ്ങളായ തർക്കങ്ങൾ ഇങ്ങനെയെല്ലാം വന്നാൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ നേരത്തെ മുതലാളി നിർബന്ധിതമാകും. കാരണം തൊഴിൽ പണിമുടക്കങ്ങൾ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം വന്നാൽ ആ യൂണിറ്റ് അങ്ങനെ സ്തംഭിച്ച് കിടക്കുകയില്ല. പക്ഷെ ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, ഈ യൂണിറ്റ് തൊഴിലാളിക്ക് ഒരു ആനുകൂല്യം നൽകാതെ തൊഴിലാളിയെ മുഴുവൻ പിരിച്ചുവിട്ട് രാജ്യത്തിന്റെ എവിടെ വേണമെങ്കിലും പ്രദേശത്ത് വേണമെങ്കിലും ഇത് കൊണ്ടുപോയി സ്ഥാപിക്കാം. ഇതേ ലൈസൻസ് മതി, ഇതേ അംഗീകാരം മതി. ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മുതലാളി കൊടുത്താൽ മതി. ഇത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് പോവുക. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മറ്റ് നിയമപ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ്, അതിനെതിരായി തൊഴിലാളികളുടെ പ്രതിഷേധം, ജനങ്ങളുടെ പ്രതിഷേധം, ഇടപെടലുകൾ ഇതെല്ലാം വന്നാൽ അവരപ്പം അത് പൂട്ടാം, തൊഴിലാളിയെ പിരിച്ചുവിടാം, അവർക്ക് തോന്നിയിടത്ത് പോയി വേറെ ഒരു നിയമ തടസ്സവും ഇല്ലാതെ നടത്താനും വേണ്ടി പറ്റാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നേരത്തെ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ പരിസര പ്രദേശങ്ങളിലെ പരാതികൾ, നിയമലംഘനങ്ങൾ, തർക്കങ്ങൾ ഇവയെല്ലാം റിപ്പോർട്ട് ചെയ്താൽ അത് പരിശോധിക്കുകയും അതിന് മുകളിൽ നടപടിയെടുക്കുകയും എല്ലാം ചെയ്യാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ലേബർ ഉദ്യോഗസ്ഥന്മാർ എല്ലാം ഉണ്ടായിരുന്നു. തൊഴിലാളികൾക്കും പരിസര പ്രദേശത്തെ ജനങ്ങൾക്കുമെല്ലാം അവരുടെ നിലപാടുകൾ സർക്കാരിനെ അറിയിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു, അത് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇപ്പറയുന്ന യൂണിറ്റുകൾ എവിടെയും തുടങ്ങാം എന്ന നില വരുന്നതോടുകൂടി ഏതെങ്കിലും യൂണിറ്റിൽ എന്തെങ്കിലും തർക്കങ്ങൾ വന്നാൽ അവിടുത്തെ മുഴുവൻ തൊഴിലാളികളെ ഒഴിവാക്കി യൂണിറ്റ് മൊത്തമായി മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കാനുള്ള അവകാശം മുതലാളിമാർക്ക് ഈ കോഡിലൂടെ നൽകിയിരിക്കുന്നു. അവരത് ഏറ്റവും പ്രധാനമായി തൊഴിലാളി വിരുദ്ധമായി ഉപയോഗിക്കും. ഏറ്റവും പ്രധാനമായി പരിസ്ഥിതിക്കെതിരായി, ജനങ്ങൾക്കെതിരായി അവർ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുവേണ്ടി തന്നെയാണ് മോഡി ഇത്തരമൊരു വ്യവസ്ഥ ഈ കോഡിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. 300-ൽ താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിനും തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനും ലോക്കൌട്ട് ചെയ്യുന്നതിനും ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് മുതലാളിക്ക് പൂർണ്ണമായ അവകാശം നേരത്തെ തന്നെ നൽകുന്നുണ്ട്. അത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡിലും ഒരുപോലെ പരാമർശിക്കുകയാണ്, ധാരാളം ഇടങ്ങളിൽ പരാമർശിക്കുകയാണ്. ഇതിലെ മറ്റൊരു വ്യവസ്ഥ തൊഴിലിടങ്ങളിലെ ലേബർ ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധന സംബന്ധിച്ചാണ്. ലേബർ ഇൻസ്പെക്ടർമാർ ഇനി മുതൽ തൊഴിൽ സ്ഥാപനങ്ങളിലെ ഫെസിലിറ്റേറ്റർമാരായി മാറും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. മുതലാളിയുടെ സഹായകന്റെ ഉത്തരവാദിത്തമാണ് ഇനി തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവുക. ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നാണ് അയാളുടെ ഉദ്യോഗ പേര് തന്നെ, അങ്ങനെ മാറ്റിയിരിക്കുക. നേരത്തെ ഏതെങ്കിലും സ്ഥാപനത്തെ സംബന്ധിച്ചൊരു പരാതി വന്നാൽ പരിശോധന നടത്താൻ ലേബർ ഇൻസ്പെക്ടർമാർക്ക് നിയമപരമായ ബാധ്യത ഉണ്ടായിരുന്നു, അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. നിയമം പാലിക്കാൻ തൊഴിലുടമകളെ നിർബന്ധിതമാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പുതിയ കോഡനുസരിച്ച് തൊഴിൽ വകുപ്പ് സംവിധാനങ്ങളെല്ലാം തൊഴിലുടമക്ക് എല്ലാ സൗകര്യങ്ങളും നൽകുന്ന നിലയിലേക്ക് മാറ്റുകയാണ്. ഇനി ലേബർ ഇൻസ്പെക്ടർമാർക്ക് പരാതികൾ നേരിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് കോഡ് തന്നെ, ഈ നിയമസംഹിത തന്നെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി ആരെങ്കിലും ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്താൽ അത് അവർക്ക് പരിശോധിക്കാനുള്ള അധികാരവും ഇല്ല.
ഓൺലൈനായി കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അൽഗോരിതം അനുസരിച്ചാണ് ഇനി പരാതികൾ പരിശോധിക്കപ്പെടുക എന്ന് ഈ കോഡ് വ്യവസ്ഥ ചെയ്യാണ്. അതായത് ഒരു 100 പരാതി വന്നാൽ അതിൽ നിന്നും പരിശോധിക്കേണ്ട ഒരു 10 എണ്ണം ഏതാണെന്ന് കമ്പ്യൂട്ടർ പറഞ്ഞു കൊടുക്കും. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് ഫെസിലിറ്റേറ്റർമാരായിട്ടുള്ള ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ മുതലാളിയെ പരാതി പരിഹരിക്കാൻ സഹായിച്ചു കൊടുക്കും. ഇതാണ് ഇനിയുള്ള നിയമം എന്ന് പറയുന്നത്. 50-ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ആരോഗ്യ സുരക്ഷാ കമ്മിറ്റികൾ നിർബന്ധമായിരുന്നു. ഇതിൽ തൊഴിലാളി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഉടമകൾ ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഉണ്ടാവും ആവശ്യമായ ഇടങ്ങളിൽ. എന്തായാലും തൊഴിലാളി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം ഫാക്ടറിക്കകത്തുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം പുതിയ സംഹിതകളിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇവിടങ്ങളിലൊന്നും സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് നടപ്പിലാക്കേണ്ടതില്ല എന്ന് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിൽ പറഞ്ഞ വ്യവസ്ഥ 4ാമത്തെ കോഡിൽ വീണ്ടും ആവർത്തിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 300-ലധികം തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ പോലും ഇത്തരം കമ്മിറ്റികൾ ഉണ്ടാക്കുമ്പോൾ മാനേജ്മെന്റ് പ്രതിനിധികൾ മാത്രം മതി എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുക. സ്വാഭാവികമായും അതൊരു കടലാസ് കമ്മിറ്റി ആയിരിക്കും, തൊഴിലാളി വിരുദ്ധമായ പ്രവർത്തനമായിരിക്കും അത് നടത്തുക. ഇത്തരം ഒരു കമ്മിറ്റിയെ സംബന്ധിച്ചോ തൊഴിലിടങ്ങളിലെ നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനങ്ങളെ സംബന്ധിച്ചൊന്നും ഒരു കൃത്യതയും ഒരു തൊഴിൽ സംഹിതയിലും ഇല്ല എന്നുള്ളതാണ് ഇത് മുഴുവൻ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. തൊഴിലാളികളുടെ തൊഴിൽ സമയം സംബന്ധിച്ച് നിലവിലുള്ള വ്യവസ്ഥ 8 മണിക്കൂർ ജോലി, 48 മണിക്കൂർ ഒരാഴ്ചയിൽ എന്നതായിരുന്നു. എന്നാൽ തൊഴിലാളികളുടെ തൊഴിൽ സമയം, വിശ്രമ സമയം എന്നിവ തൊഴിൽ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കണമെന്ന് ലേബർ കോഡിൽ എഴുതി വെച്ചിരിക്കുക. ഒരു ഭാഗത്ത് 12 മണിക്കൂർ വരെ തൊഴിലാളികളെ ജോലി ചെയ്യിക്കണമെന്ന് മറ്റൊരു ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു. ജോലി ചെയ്യിക്കാം എന്ന് മറ്റൊരു ഭാഗത്ത് എഴുതി വെക്കുന്നു. പല സംസ്ഥാനങ്ങളും നേരത്തെ തന്നെ 12 മണിക്കൂർ നിയമം ഉണ്ടാക്കി കഴിഞ്ഞു. കർണാടക 12 മണിക്കൂർ ഏകദേശം പ്രാവർത്തികമാകുന്നതോടുകൂടി അത് 16 മണിക്കൂറാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. പ്രതിഷേധം വന്നു. 14-ന് മുകളിൽ തന്നെ നിൽക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു തൊഴിലാളിയെ കൊണ്ട് ഓവർ ടൈം ജോലി ചെയ്യിക്കുന്നതിനുള്ള പരിധി മാക്സിമം ഒരു മാസത്തിൽ 50 മണിക്കൂറായിരുന്നു നിയമം അനുസരിച്ച്. ഇപ്പോഴത് 125 മണിക്കൂർ വരെ തൊഴിലാളിയെ കൊണ്ട് ഓവർ ടൈം ജോലി ചെയ്യിക്കാൻ ലേബർ കോഡ് മുതലാളിക്ക് അനുവാദം നൽകിയിരിക്കുകയാണ്. പഴയ നിയമം അനുസരിച്ച് ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ധാരാളം രജിസ്റ്ററുകൾ സൂക്ഷിക്കേണ്ടിയിരുന്നു. തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ, വേതന രേഖ, അതുപോലെ തന്നെ അവധി സംബന്ധിച്ചിട്ടുള്ള രേഖകൾ, അവർക്ക് നൽകുന്ന സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ, തൊഴിലാളിയെ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടിയിരുന്നു. എന്നാൽ ഇപ്പോഴതൊന്നും വേണ്ട, അതിലൊന്നും ആവശ്യമില്ല എന്ന് തൊഴിൽ കോഡുകൾ വ്യവസ്ഥ ചെയ്യുകയാണ്. ഇനി ഒരു ഡിജിറ്റൽ രജിസ്റ്റർ മതി എന്നാണ് തൊഴിൽ കോഡ് പറയുന്നത്. അതുകൊണ്ട് സംഭവിക്കുക, ഒരു സ്ഥാപനത്തിൽ എത്ര തൊഴിലാളികളുണ്ട്, അവർ എന്നു മുതൽ ജോലി ചെയ്യുന്നു, തൊഴിലാളിക്ക് എത്ര കൂലി കൊടുത്തു, എന്നാണ് കൂലി കൊടുത്തത് എന്നിവ സംബന്ധിച്ചുള്ള ഒരു കണക്കും ഉണ്ടാവില്ല. എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് കൂലി കൊടുക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു രേഖയും ഉണ്ടാവില്ല. ഇതൊന്നും മുതലാളിക്ക് സൂക്ഷിക്കേണ്ട ആവശ്യവുമില്ല എന്ന് നിയമപരമായി വ്യവസ്ഥ ചെയ്തിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കുക? അപ്പോൾ ഒരു തൊഴിലാളിയെ പിരിച്ചുവിടുമ്പോൾ അല്ലെങ്കിൽ തൊഴിലാളി പിരിഞ്ഞു പോകുമ്പോൾ അവൻ ഒരു ആനുകൂല്യവും നൽകാൻ വേണ്ടി കഴിയില്ല. കാരണം അവൻ എന്നാ വന്നത്, എന്തടിസ്ഥാനത്തിലാണ് അവന് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്, അവൻ എത്ര കാലത്തെ സർവീസ് ഉണ്ട്, എത്ര ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യപാടില്ലാത്തതുകൊണ്ട് തന്നെ നിയമത്തിൽ തന്നെ തൊഴിൽ സംഹിതയിൽ തന്നെ ഇതെല്ലാം ഒഴിവാക്കപ്പെടുന്നു. അതിനു പുറമെ ഈ കാര്യം കൂടി വരുന്നതോടുകൂടി ഇത് ചോദിക്കാൻ പോലുമുള്ള അവകാശം തൊഴിലാളിക്ക് ഉണ്ടാവില്ല എന്ന അവസ്ഥയിലേക്ക് വരികയാണ്. മുമ്പ് റെഗുലർ ഇൻസ്പെക്ഷൻ സിസ്റ്റം എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടായി. അതായത് ഒരു കൃത്യമായ കാലയളവിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ തൊഴിൽ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും പരിശോധന നടത്തുകയും തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കലും ചെയ്യുന്നതെല്ലാം ഇവരുടെ ഒരു പ്രധാനപ്പെട്ട നടപടിക്രമമായിരുന്നു.
ധാരാളം പരിമിതികൾ അതിനുണ്ടെങ്കിലും അങ്ങനെ നടന്നിരുന്നു. അതൊരു പ്രക്രിയയായി നടന്നിരുന്നു. തൊഴിലുടമയെ അറിയിക്കാതെ തന്നെ സർപ്രൈസ് വിസിറ്റ് നടത്തി, ഇൻസ്പെക്ഷൻ നടത്തി കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് അവകാശമുണ്ടായിരുന്നു. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ തൊഴിൽ നിയമങ്ങളെല്ലാം വളരെ കൃത്യമായി നടപ്പിലാക്കേണ്ട, പാലിക്കേണ്ട ഒരു നിർബന്ധിത അവസ്ഥ തൊഴിലിടങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്പെക്ടർ തൊഴിലുടമയുടെ സഹായകന്റെ ജോലി ചെയ്യുന്നതോടുകൂടി ഇതെല്ലാം ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. ഉൽപാദന രംഗം അപകട സാധ്യതയുള്ളതായി തീരുന്നുവെങ്കിൽ മാത്രമേ ഇനി ഇൻസ്പെക്ഷൻ നടത്തേണ്ടതുള്ളൂ. അത് തന്നെ മുതലാളിമാർക്ക് മുൻകൂട്ടി അറിയിപ്പ് കൊടുത്ത് അവരുടെ അനുവാദമായി കൊണ്ടായിരിക്കണം തൊഴിലിടങ്ങളിലെ ഇവരുടെ സന്ദർശനം നടത്തേണ്ടതെന്നുകൂടി നിയമവ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുക. തൊഴിലുടമകൾക്ക് എല്ലാ നിയമലംഘനങ്ങളും മറച്ചുവെക്കാൻ, ഒരു തൊഴിൽ നിയമവും നടപ്പിലാക്കാതെ തൊഴിലാളിയെ ചൂഷണം ചെയ്യാൻ ഈ നിയമം, ഈ തൊഴിൽ കോഡ് എല്ലാ സഹായവും അവർക്ക് ചെയ്തു കൊടുക്കുക. തൊഴിലാളിക്ക് നേരിട്ട് പരാതി നൽകാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ഷൻ നടത്തിപ്പിക്കാനുമുള്ള നേരത്തെ ഉണ്ടായിരുന്ന സാധ്യതകൾ എല്ലാം ഇല്ലാതെയായി എന്നർത്ഥം. തൊഴിലുടമയെ ഭീതിയിൽ നിർത്തി പേടിപ്പിച്ച് തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ളൊരു അന്തരീക്ഷം പഴയ നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ, നൽകിയിരുന്നുവെങ്കിൽ, ഇപ്പോൾ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്തി അവന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്യാനുള്ള, ക്രൂരമായി ചൂഷണം ചെയ്യാനുള്ള സംവിധാനം മുതലാളിമാർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് മോഡി സർക്കാർ ചെയ്യുന്നത്. ഒരു തൊഴിൽ സ്ഥാപനത്തിൽ അപകടം ഉണ്ടാവും എന്ന് പരാതി നൽകാനുള്ള അവകാശം അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളിക്കില്ല. തങ്ങളുടെ ജീവിതം അപകടത്തിലാണ്, അപകടകരമായ അവസ്ഥയാണ് കമ്പനിക്കകത്തുള്ളത് എന്ന് പരാതിപ്പെടാനുള്ള അവകാശം പോലും തൊഴിലാളിക്കില്ല. ഏതെങ്കിലും നിലയിൽ തന്നെ പരാതിപ്പെട്ടാൽ, നേരത്തെ പറഞ്ഞതുപോലെ പരാതിപ്പെട്ടാൽ അത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ സംഭവിച്ച ശേഷം മാത്രമേ നിയമത്തിന് ഇത്തരം സ്ഥാപനങ്ങളിൽ ഇടപെടാൻ വേണ്ടി കഴിയൂ എന്ന അപകടകരമായ അവസ്ഥ കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരിക. തൊഴിൽ കോഡുകൾ നടപ്പിലാക്കപ്പെടുന്നതോടുകൂടി സംഭവിക്കാൻ വേണ്ടി പോകുന്നത് തൊഴിൽ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ ശാരീരിക മാനസിക സുരക്ഷ പൂർണ്ണമായും ഇല്ലാതെയാവുന്ന നിലയിലേക്ക് പോകുന്നതാണ്. തൊഴിലിടങ്ങളിലെ വേതന തട്ടിപ്പ്, ഓവർ ടൈം ചൂഷണം, ശുചിത്വമില്ലായ്മ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, അപകടങ്ങൾ, ഇതെല്ലാം മറ്റൊരാളും കണ്ടുപിടിക്കാത്ത നിലയിലേക്ക്, മറ്റൊരാളും അറിയാത്ത നിലയിലേക്ക് മുതലാളിമാർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന അവസരങ്ങളും അവസ്ഥയും ഉണ്ടാവുകയാണ്. നേരത്തെ ഒരു ഫാക്ടറിയിൽ 12 മണിക്കൂർ തൊഴിലാളികളെ ജോലി ചെയ്യിക്കാൻ നിർബന്ധിച്ചാൽ ഇൻസ്പെക്ഷൻ സംവിധാനം ഉപയോഗിച്ച് അതിനെ തടയാൻ തൊഴിൽ വകുപ്പിന് കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള പരാതികൾ കമ്പ്യൂട്ടർ സിസ്റ്റം റാൻഡമായി നിശ്ചയിക്കുന്ന പരാതികൾ മാത്രം പരിശോധിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുക. മറ്റുള്ളവയെല്ലാം മുതലാളിക്ക് എന്തും ചെയ്യാം തൊഴിലിടങ്ങളിൽ എന്ന നില അതിവിദൂരമല്ലാത്ത നിലയിൽ പൂർണ്ണമായും വരാൻ വേണ്ടി പോകാം. എല്ലാ നിയമലംഘനങ്ങളിലും അന്തിമമായി തീരുമാനമെടുക്കാൻ തൊഴിൽ വകുപ്പിന് അധികാരം നൽകിയിരിക്കുകയാണ് തൊഴിൽ കോഡുകൾ. എല്ലാ നിയമലംഘനങ്ങളിലും അന്തിമമായി തീരുമാനമെടുക്കാൻ തൊഴിൽ വകുപ്പിലെ ഈ പറയുന്ന ഫെസിലിറ്റേറ്റർമാർക്ക് അധികാരം കൊടുത്തിരിക്കുക. 283 തൊഴിൽ നിയമ ലംഘനങ്ങൾ ശിക്ഷാർഹമല്ല എന്ന് മോഡി സർക്കാർ നേരത്തെ തന്നെ തീരുമാനമെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചെറിയ പിഴ ഈടാക്കി എല്ലാ കേസുകളും തീർപ്പാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ തൊഴിൽ കോഡുകൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കടുത്ത ശിക്ഷ ലഭിക്കേണ്ട കുറ്റങ്ങൾ പോലും ചെറിയ പിഴയടച്ച് രക്ഷപ്പെടാൻ മുതലാളിമാർക്ക് അവസരം നൽകുകയാണ് തൊഴിൽ കോഡുകൾ ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത്. വലിയ സ്ഥാപനങ്ങളിലെല്ലാം തൊഴിലാളികളെ ക്രൂരമായ തൊഴിൽ ചൂഷണത്തിന് ഇടയാക്കുന്ന അന്തരീക്ഷം ഇതിൻ്റെ എല്ലാം ഭാഗമായി വലിയ നിലയിലേക്ക് ഉണ്ടാകാൻ വേണ്ടി പോകാം. തൊഴിലാളികളുടെ സാമാന്യ നീതി നിഷേധിക്കുന്ന നിലയാണ് ഇതുകൊണ്ടുണ്ടാകാൻ വേണ്ടി പോകുന്നത്. തൊഴിൽ സ്ഥാപനങ്ങളിൽ സുരക്ഷാ കമ്മിറ്റികൾ ഉണ്ടാവില്ല, നേരത്തെ സൂചിപ്പിച്ചു. തൊഴിലാളി പ്രാതിനിധ്യത്തോടു കൂടിയുള്ള കമ്മിറ്റികളാണ് നേരത്തെ വ്യവസ്ഥ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അതില്ല. ശാരീരിക അപകടം ഉൾപ്പെടെ, ദുരന്തങ്ങൾ ഉൾപ്പെടെ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇനി
ഫാക്ടറിക്കകത്തുണ്ടായാൽ, തൊഴിലിടങ്ങളിൽ ഉണ്ടായാൽ തൊഴിലാളിക്കോ സംഘടനക്കോ ഒന്നും ഇതിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ ഒന്നുമുള്ള നിയമപരമായ അവകാശമില്ല. ഇവരുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതില്ല എന്ന് തൊഴിൽ കോഡ് നിയമ സംഹിത വ്യവസ്ഥ ചെയ്തിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു കുറച്ചു കാലങ്ങളായി ഫാക്ടറീസ് ആക്ട് ഉൾപ്പെടെയുള്ള നേരത്തെയുള്ള നിയമങ്ങളിൽ തൊഴിലാളി പ്രതിനിധികൾക്ക് ഇക്കാര്യത്തിൽ ശക്തമായ പങ്കുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഇല്ലാതെയാക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. വലിയ ശിക്ഷ നൽകാവുന്ന ഗുരുതരമായ കേസുകൾ പോലും ഫാക്ടറിക്കകത്ത്, തൊഴിലിടങ്ങളിൽ മുതലാളിമാർ നടത്തുന്ന ഗുരുതരമായ തൊഴിൽ നിയമങ്ങളുടെ ലംഘനം, വലിയ ശിക്ഷ നൽകാൻ വേണ്ടി പറ്റാവുന്ന വീഴ്ചകൾ, ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാർക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്കുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇത് വലിയ അഴിമതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോവുക. വലിയ ശിക്ഷ ലഭിക്കാൻ വേണ്ടി പറ്റാവുന്ന ഇത്തരം കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ചെറിയ പൈസ കൊടുത്താൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും എന്നുള്ള സ്ഥിതിയിലേക്ക് വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, OSS ഈ കോഡിനകത്ത് ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡിനകത്ത് കരാർ തൊഴിലാളികളെ, പ്രത്യേകിച്ച് ചെറുകിട തൊഴിൽ മേഖലയിലുള്ളവരെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അവർ അനാഥരാക്കപ്പെടുകയോ കൂലിയടിമകളാക്കപ്പെടുകയോ ചെയ്യുന്ന കാലം അനധിവിദൂരമല്ലാത്ത നിലയിൽ വരാൻ വേണ്ടി പോവുക. ഇവരുടെ അടിസ്ഥാന അവകാശങ്ങളും സുരക്ഷയും അതേപോലെ തന്നെ അവരുടെ ആരോഗ്യപരമായ മറ്റ് സംവിധാനങ്ങളും യോഗ്യതയോടുകൂടിയുള്ള വേതനങ്ങളും ജോലി സമയവും എല്ലാം കോൺട്രാക്ടർമാർക്ക്, തൊഴിലുടമകൾക്ക് നിശ്ചയിക്കാവുന്ന നിലയിലേക്ക് നിയമപരമായ വ്യവസ്ഥ തൊഴിൽ കോഡുകളിൽ വന്നിരിക്കുകയാണ്. പഴയ കോൺട്രാക്ട് ലേബർ റെഗുലേഷൻ ആക്ട് 20 അതിലധികമോ കരാർ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളെ ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിരുന്നു. അത്തരം സ്ഥാപനങ്ങൾ തൊഴിൽ വകുപ്പിൽ നിന്ന് രജിസ്ട്രേഷൻ നിർബന്ധമായും വാങ്ങിയിരിക്കണമെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. തൊഴിലിടങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കണം. റെസ്റ്റ് റൂം, ഡ്രിങ്കിങ് വാട്ടർ, ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങൾ ഇതെല്ലാം ഉണ്ടാവണം എന്നെല്ലാം വ്യവസ്ഥ ചെയ്തിരുന്നതാണ്. ജോലി ചെയ്യുമ്പോഴുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏതെല്ലാം ആയിരിക്കണം എന്നത് സംബന്ധിച്ച്, ശമ്പളം സംബന്ധിച്ച്, ജോലി സമയം സംബന്ധിച്ച്, അവധി ദിനം സംബന്ധിച്ച് എല്ലാം ഈ നിയമം തൊഴിലാളികൾക്ക് ഉറപ്പു നൽകിയിരുന്നതാണ്. എന്നാൽ അതെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടു. പുതിയ നിയമം അനുസരിച്ച് 50-ൽ കൂടുതൽ കരാർ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഇനി ഇത്തരം രജിസ്ട്രേഷൻ തന്നെ നടത്തേണ്ടതുള്ളൂ. അത് തന്നെ സെൽഫ് അറ്റസ്റ്റേഷന്റെ പേരിലാണ് നടത്തേണ്ടത്. 1 മുതൽ 49 വരെ കരാർ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ ഈ നിയമത്തിന്റെ ഒരു നിലയിലും 7 അയലത്ത് പോലും വരില്ല എന്നർത്ഥം. ഇത്തരം സ്ഥാപനങ്ങളാണ് 20ഉം 25ഉം ഒക്കെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം സ്ഥാപനങ്ങളും എന്നിരിക്കെ മുതലാളിമാർക്ക് അനുകൂലമായ നിയമം സൃഷ്ടിച്ചിരിക്കുകയാണ് മോഡി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ 45 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമായിരുന്നു. തൊഴിലാളികൾക്ക് ആരോഗ്യ സംവിധാനം നൽകാനും അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനും ഉടമക്കും കോൺട്രാക്ടർക്കും ബാധ്യതയുണ്ടായിരുന്നു. ഇത് അവർ നിർവഹിക്കുന്നില്ലെങ്കിൽ പരാതി നൽകാനും അതിന് പരിഹാരം കാണാനുമുള്ള സംവിധാനങ്ങളെല്ലാം രാജ്യത്ത് ഉണ്ടായിരുന്നു. ഇതെല്ലാം എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. തൊഴിൽ സൈറ്റുകളിൽ അപകടങ്ങൾ സംഭവിച്ചാൽ ഇക്കാര്യത്തിൽ തൊഴിലുടമക്ക്, കോൺട്രാക്ടർക്ക്, കോൺട്രാക്ട് കമ്പനിക്ക് ഇനി ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. എഴുതി വെച്ചിരിക്കുക തൊഴിൽ കോഡിനകത്ത്. ഭീകരമായ അവസ്ഥയാണ്. അനിയന്ത്രിതമായ ചൂഷണത്തിനാണ് കരാർ തൊഴിലാളികൾ നമ്മുടെ രാജ്യത്ത് വിധേയരാവാൻ വേണ്ടി പോകുന്നത്. രാജ്യത്ത് പല കൺസ്ട്രക്ഷൻ കമ്പനികൾ ഇപ്പോൾ തന്നെ 50-ൽ താഴെയാണ് അവരുടെ സ്ഥിരം തൊഴിലാളികൾ എന്ന് കണക്ക് തയ്യാറാക്കി വെച്ചിരിക്കുക. ചെറുകിട കൺസ്ട്രക്ഷൻ കമ്പനികൾ, ലോജിസ്റ്റിക്, ഹോട്ടൽ, ഗാർമെന്റ്സ് തുടങ്ങിയ മേഖലകളിലെല്ലാം കരാർ തൊഴിലാളികളുടെ എണ്ണം എല്ലാറ്റിലും 50-ൽ താഴെയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കായ തൊഴിലാളികൾക്ക് ഈ സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ ഇല്ലാതെയാവുമെന്നുള്ള അപകടകരമായ അവസ്ഥ തൊഴിൽ കോഡുകൾ വിജ്ഞാപനം ചെയ്യപ്പെട്ടാൽ ഉണ്ടാവും. അതോടൊപ്പം തന്നെ കരാർ തൊഴിലാളികളും സംഘടിത മേഖലയിലെ തൊഴിലാളികളും യൂണിയനുകളിൽ അംഗത്വം എടുക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ യൂണിയനുകൾക്കും കഴിയാത്ത നില വരും. കാരണം ഈ തൊഴിലാളികളൊക്കെ വെച്ചുകൊണ്ടുള്ള ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ വളരെ സ്ട്രിക്റ്റ് ആയ നിലയിലേക്ക് പുതിയ നിയമങ്ങൾ അപ്പുറത്ത് കൊണ്ടുവന്നിരിക്കുക.
ഒന്ന്, ഇവർക്ക് വേണ്ടി ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നത് തന്നെ അസാധ്യമാവുന്ന നിലയിലേക്ക് പോകുന്നു. രണ്ട്, ഈ തൊഴിലാളികൾ ജോലി നഷ്ടപ്പെടുമെന്ന് പേടിച്ച് ട്രേഡ് യൂണിയനിൽ അംഗത്വം എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ട്രേഡ് യൂണിയനുകൾക്ക് പോലും കഴിയാത്ത നില വരികയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്നു എന്നുള്ളതാണ്, നമ്മുടെ തൊഴിലാളി വർഗം മാറുന്നു എന്നുള്ളതാണ് തൊഴിൽ കോഡുകൾ നടപ്പിലാക്കുന്നതിലൂടെ ഇന്ത്യ രാജ്യത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീ തൊഴിലാളികൾക്കുണ്ടായിരുന്ന എല്ലാ സുരക്ഷിതത്വവും തൊഴിലിടങ്ങളിൽ ഇല്ലാതെയാവുകയാണ്. സ്ത്രീ തൊഴിലാളികളെ രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യിക്കാൻ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയത്ത് കർശനമായ നിയന്ത്രണമായിരുന്നു സ്ത്രീ തൊഴിലാളികളെ ജോലി ചെയ്യിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്. ഇതിപ്പോ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. തൊഴിലാളിയുടെ അനുവാദം വാങ്ങി ഏതു സമയത്തും ജോലി ചെയ്യിക്കാമെന്ന് തൊഴിൽ കോഡ് വ്യവസ്ഥയിൽ കൺസെന്റ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കൺസെന്റ് കുറച്ച് കഴിയുമ്പം കമ്പൽസറി ആക്കി മാറ്റാൻ മാനേജ്മെന്റുകൾക്ക് കഴിയുന്ന നിലയിലാണ് തൊഴിൽ കോഡിൽ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ജോലിയിൽ തുടരണമെങ്കിൽ രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്തേ പറ്റൂ എന്ന് തൊഴിലുടമക്ക് സ്ത്രീ തൊഴിലാളിയോട് പറയാം. തൊഴിലാളിയുടെ നിസ്സഹായ അവസ്ഥയെ ഉപയോഗപ്പെടുത്തി സമ്മതമാണെന്ന് കണക്കാക്കി അവരെ ഏതു സമയത്തും ജോലി ചെയ്യിക്കാൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്കുള്ള വ്യവസ്ഥകൾ തൊഴിൽ കോഡിനകത്ത് എഴുതി വെച്ചിരിക്കുക. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ രാത്രി ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലാളികളോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം എന്ന് മുതലാളി പറയുന്ന നിലയിലേക്കായിരിക്കും ഈ തൊഴിൽ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ ഭാവിയിൽ കാര്യങ്ങളെല്ലാം പോവുക. മുതലാളിമാർക്ക്, വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് രാജ്യത്താകെ ഇനി ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രം മതി എന്ന വ്യവസ്ഥ വന്നിരിക്കുക. അങ്ങനെ രജിസ്ട്രേഷൻ നേടിയാൽ രാജ്യത്തെവിടെയും ഈ ലൈസൻസ് വെച്ച് സ്ഥാപനങ്ങൾ അവർക്ക് നടത്താൻ വേണ്ടി പറ്റും. ഫാക്ടറിയുടെ ബ്രാഞ്ചുകൾ ഈ ഒരു ലൈസൻസ് വെച്ച് രാജ്യത്ത് എവിടെ വേണമെങ്കിലും അവർക്ക് തുടങ്ങാൻ വേണ്ടി പറ്റും. ഏത് സംസ്ഥാനത്തും ഏത് നിലയിലുമുള്ള ഗുരുതരമായ നിയമലംഘനം നടത്താവുന്ന ഫാക്ടറികളാണെങ്കിൽ പോലും അത് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി പറ്റാവുന്ന സംവിധാനം ഉണ്ടാവുക. ഒരു തടസ്സവും ഒരു സ്ഥലത്തും ഒരാൾക്കും ഉണ്ടാക്കാൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്ക് മുതലാളിമാർക്ക് അനുകൂലമായി ഇത്തരം ഒരു വ്യവസ്ഥ എഴുതിച്ചേർത്തിരിക്കുന്നു. മുഴുവൻ തൊഴിലാളികളെയും ഒഴിവാക്കി സ്ഥാപനം അടച്ചുപൂട്ടി മുതലാളിക്ക് മറ്റൊരു സംസ്ഥാനത്ത് പോയി ഇതേ സ്ഥാപനം തുടങ്ങാൻ ഈ നിയമം അനുവാദം നൽകുകയാണ്. ഈ അടച്ചുപൂട്ടുന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് മാത്രമേ ആവശ്യമുള്ളൂ, എവിടെ പോയി ഇത് തുടങ്ങാൻ. ഇങ്ങനെ ലൈസൻസ് നേടുന്നതിന് ആവശ്യമായ രേഖകളെല്ലാം സമർപ്പിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെയും പരിശോധനയുടെ ആവശ്യമില്ല, ഒരു ഉദ്യോഗസ്ഥനും സാക്ഷ്യപ്പെടുത്തേണ്ടതില്ല എന്നുകൂടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി മോഡി സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുക. സംരംഭകന്റെ സെൽഫ് അറ്റസ്റ്റേഷൻ, സെൽഫ് സർട്ടിഫിക്കേഷൻ മാത്രമേ ഇക്കാര്യത്തിൽ വേണ്ടതുള്ളൂ എന്ന് തൊഴിൽ കോഡ് വ്യവസ്ഥ ചെയ്യാം. അതായത് സിംഗിൾ ലൈസൻസിൽ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് എന്ന തത്വം, എന്ന നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുക. രാജ്യത്ത് തൊഴിൽ ഇൻസ്പെക്ഷനുകൾ അപകട സാധ്യതയുള്ള വ്യവസായങ്ങളിൽ പോലും ഇനി നടത്തേണ്ടതില്ല എന്ന് ഇതിന്റെ ഭാഗമായി എഴുതി വച്ചിരിക്കുന്നു. ഇങ്ങനെ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും, എല്ലാ തൊഴിൽ സംവിധാനങ്ങളും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മോഡി സർക്കാർ അടിയറ വെച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് തൊഴിൽ കോഡുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. തൊഴിൽ കേന്ദ്രങ്ങളിൽ നിയമലംഘനങ്ങൾ നടന്നതിൻ്റെ ഭാഗമായി അപകടങ്ങൾ ഉണ്ടായാൽ ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വമെന്ന് ഒരു തൊഴിൽ കോഡിനകത്തും വ്യവസ്ഥ ചെയ്തിട്ടില്ല, ഒരു തൊഴിൽ കോഡിനകത്തും പരാമർശങ്ങളില്ല. ടൈം പാസ് ഗൈഡുകൾ ഉണ്ടാക്കാൻ ചില സംസ്ഥാനങ്ങൾ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. നിയമപരമായി ഒരു തൊഴിലുടമക്കും ഒരു ബാധ്യതയും ഇല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തൊഴിലാളിയെ ഏത് അപകടകരമായ സാഹചര്യത്തിലും അവന്റെ ജീവിതത്തെ പണയപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യിക്കാൻ വേണ്ടി പറ്റാവുന്ന അന്തരീക്ഷം മോഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. തൊഴിലുടമ ഓൺലൈനിൽ എല്ലാ സുരക്ഷയും ഞാൻ ഉറപ്പാക്കിയെന്ന് സെൽഫ് സർട്ടിഫിക്കറ്റ്
നൽകിയാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തീരും. നേരത്തെ നേരിട്ട് സുരക്ഷാ ഇൻസ്പെക്ടർമാർ കാലാകാലങ്ങളായി ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നുവെങ്കിൽ ഒരു പരിശോധനയും ഉണ്ടാവാത്ത ഘട്ടത്തിൽ ഉണ്ടാക്കിയതിന് ബദലായി ഉണ്ടാക്കിയ വ്യവസ്ഥയാണ് മുതലാളി ഒരു സർട്ടിഫിക്കറ്റ് നൽകണം, എല്ലാ സുരക്ഷയും ഒരുക്കിയിരിക്കുന്നതെന്ന്. തൊഴിലിടങ്ങളിൽ തൊഴിലാളിയെ മനുഷ്യനായി പോലും ഇന്ത്യ ഗവൺമെന്റ് കണക്കാക്കുന്നില്ല എന്നാണ് തൊഴിൽ കോഡുകളുടെ വ്യവസ്ഥകളെല്ലാം കാണിക്കുന്നത്. ചലിക്കുന്ന യന്ത്രത്തിന്റെ അനുബന്ധം മാത്രമായി തൊഴിലാളി മാറാൻ പോകുന്നു എന്നുള്ളതാണ് തൊഴിൽ കോഡുകൾ നടപ്പിലാക്കപ്പെടുന്നതിലൂടെ ഇന്ത്യ രാജ്യത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നിയമലംഘകർക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ കേസുകളും തടവു ശിക്ഷയും എല്ലാം കോടതി നടപടികളും എല്ലാം ഒഴിവാക്കി കൊടുക്കുമ്പോൾ തൊഴിൽ നിയമങ്ങൾ മുഴുവൻ ലളിതമാക്കുകയാണെന്ന് മോഡി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ നിയമങ്ങളും കോർപ്പറേറ്റുകൾക്ക് അനുകൂലവും തൊഴിലാളികൾക്ക് വിരുദ്ധവുമായി ഓരോന്നോരോന്ന് കൃത്യമായി മോഡി വ്യവസ്ഥയെ തിരിക്കുക. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, കുത്തകകൾക്ക് വേണ്ടി ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ കൂലിയടിമകളാക്കാൻ എറിഞ്ഞു കൊടുക്കുന്ന മോഡി നയത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധമാണ് ജൂലൈ 9 ഇന്ത്യ രാജ്യത്ത് നടക്കാൻ വേണ്ടി പോകുന്ന പൊതുപണിമുടക്ക്.